ഹായ്, നമുക്കിന്നൊരു ചോക്ലേറ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ബൗണ്ടി ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമായിരിക്കും. ഞാൻ ഇതിൻ്റെ അത്ര ഫാൻ അല്ല, പക്ഷെ ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയത് കേട്ടോ. അത് ഇന്ന് ഞാനും കഴിച്ചു 2 പീസ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടി ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഞാനിത് പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിച്ചതാണ്. അതിലോട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് 3 ഇൻഗ്രീഡിയൻ്റ് ഇതിന് ആവശ്യമുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്ലൗസൊക്കെ ഇട്ട് ആദ്യം മിക്സ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതെനിക്കൊരു ഇല്ല, അതുകൊണ്ട് ഞാനിത് കുറച്ച് കഴിയുമ്പോൾ ഇത് റിമൂവ് ചെയ്ത് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ വലിയ കാര്യത്തിൽ ഷോ അടിക്കാൻ വേണ്ടി ഗ്ലൗസൊക്കെ എടുത്തിട്ടതാണ്. പക്ഷെ പറ്റുന്നില്ലടോ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കുന്നത്. പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഗ്ലൗസ് യൂസ് ചെയ്യണം. പക്ഷേ ഇതിലെനിക്കെന്തോ ഗ്ലൗസ് യൂസ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും അത്ര ഇത് വരുന്നില്ല. എനിവേ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിങ്ങനെ പിതുക്കി അങ്ങനെ തന്നെ ഇരിക്കുന്ന രീതിക്ക് ആവുന്നവരെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ചെയ്തതിന് ശേഷം ഞാൻ ബൗളിയുടെ ഷേപ്പിൽ ഏകദേശം അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 5 മിനിറ്റ് ഈ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് മിൽക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി, ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ. അതിനുശേഷം ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇത് വീണ്ടും ഒരു 5 മിനിറ്റ് ഇതെല്ലാം ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്യാം കേട്ടോ. ഓരോന്നായിട്ട് ഇത് കംപ്ലീറ്റ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം തന്നെ ഇത് സെറ്റായി കിട്ടും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ. അതായത് ഞാൻ ഫാൻ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ.